എനിക്ക് വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു വീട് എനിക്ക് തന്നതിൽ. നല്ലൊരു വീടാ, വളരെ നല്ലൊരു വീടാ അത്. നല്ല വീടാ. ഞാൻ ഇതുവരെയായിട്ടും അതിനെ കുറ്റം പറഞ്ഞിട്ടുമില്ല. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ കാര്യം തന്നെ, നമ്മളാണ് ചെയ്തു. അവരുടെ തന്നെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വമല്ല, അവരങ്ങനെ ഒരു മനസ്സ് വെച്ച തന്നെ നല്ലൊരു കാര്യം. എന്താ നമുക്കൊരു വീടില്ലാത്ത സമയത്ത് വീട് തന്നതും അങ്ങനെ വെച്ച് തരാനായിട്ട് അവർക്ക് ഒരു ഇതെടുത്തതും ഒരാൾക്ക് ഒരു വീട് ഞാൻ ഒരിക്കലും അവരെ തള്ളി പറയത്തില്ല. കാര്യങ്ങളെല്ലാം എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് വളച്ചുകെട്ടില്ലാതെ അങ്ങ് തുടങ്ങുകയാണ്. ഇപ്പോൾ നാം കേട്ട ഈ പ്രസ്താവന, അതെ, കിച്ചുവിൻ്റെ ഈ വാക്കുകൾ, അത് രേണുസുതിയുടെയും അവരെ പിന്തുണയ്ക്കുന്ന സകല ആരാധകരുടെയും മുഖത്തേറ്റ ഏറ്റവും കഠിനമായൊരടിയായിപ്പോയി. വിവരക്കേടുകൾ മാത്രം വിളമ്പിക്കൊണ്ട് ഒരു സ്ത്രീ ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടം ആൾക്കാർക്ക് വിരുന്നൊരുക്കുകയാണ്. അതിനെ കട്ടയ്ക്ക് കൂടെ നിന്ന് ന്യായീകരിക്കുവാൻ ഒരു വെളിവും ബോധവും ഇല്ലാത്ത മറ്റൊരു കൂട്ടം ആൾക്കാരുമുണ്ട്. ഇതെല്ലാം കണ്ടു മതിമറന്ന് ആ സ്ത്രീ സ്വർഗം കിട്ടിയ വാശിയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ നിലപാടുകളെ തകർത്തടിച്ചുകൊണ്ട് ഇന്നലകളിൽ അവർ പറഞ്ഞത് മുഴുവനും തെറ്റായിരുന്നു എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് അവരുടെ മകൻ എന്ന് അവർ നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കിച്ചു. രേണുസുതി എന്ന വ്യക്തി കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞതും പ്രവർത്തിച്ചതും എല്ലാം തെറ്റു മാത്രമായിരുന്നു. ഇത് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു പയ്യനാണ് കിച്ചു. പക്ഷെ കിച്ചുവിന് അറിയാവുന്നതുപോലെ ഞാൻ പറയുന്നതും ഞാൻ ചെയ്യുന്നതുമൊക്കെ തെറ്റുകൾ തന്നെയാണ് എന്ന് രേണുസുതിക്കും നന്നായിട്ട് അറിയാം. രേണുസുതിക്ക് മാത്രമല്ല, കേരള സമൂഹത്തിലുള്ള എല്ലാ ആൾക്കാർക്കും ഇതൊക്കെ അറിയാവുന്നതാണ്. പക്ഷേ രേണുവിനെ സംബന്ധിച്ചിടത്തോളം കാറ്റുള്ളപ്പോൾ മാത്രമേ തൂറ്റാൻ പറ്റൂ എന്ന് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ചുരുക്കി പറഞ്ഞാൽ കളമറിഞ്ഞ് കളിക്കുകയാണ് രേണു. അതിനുവേണ്ടി തന്നെയാണ് അവർ ഇറങ്ങിത്തിരിച്ചത്. എന്ന് വെച്ചാൽ ഇന്നത്തെ കേരള സമൂഹത്തിൽ സോഷ്യൽ മീഡിയ ഒരു വലിയ ശക്തിയാണ്. ആ ശക്തി ചിലരെ ഉയർത്തുന്നു, ചിലരെ തകർക്കുന്നു. ചിലരെ സഹാനുഭൂതിയിൽ നിന്ന് വിവാദങ്ങളിലേക്കും വിവാദങ്ങളിൽ നിന്ന് പ്രശസ്തിയിലേക്കും അത് എത്തിക്കുന്നു. അതിന്റെ ഉത്തമ ഉദാഹരണങ്ങളിൽ ഒന്ന് തന്നെയാണ് രേണുസുതി. രേണു എന്ന വ്യക്തിയുടെ ജീവിതം എങ്ങനെ ഒരു സോഷ്യൽ മീഡിയ കേസ് സ്റ്റഡിയായി മാറി എന്നുള്ളത് നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാം. അതിനെക്കുറിച്ച് ഇനി ആദ്യം മുതൽ വിവരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കാലത്ത് രേണുസുതി എന്ന സ്ത്രീ വളരെ പ്രതിസന്ധിയിൽ കൂടിയായിരുന്നു ജീവിതം മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. സ്വന്തമായൊരു വീടില്ല, സാമ്പത്തികമായ കടുത്ത പ്രതിസന്ധി, ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ വഴിയില്ലാത്തൊരവസ്ഥ. അതിനൊപ്പം മരണപ്പെട്ടു പോയ കൊല്ലം സുധിയുടെ 2 മക്കളെയും അവരെക്കുറിച്ചുള്ള ഉത്തരവാദിത്തം, വേദന, ഇതൊക്കെയായിരുന്നു മുൻപിലുണ്ടായിരുന്നത്. അവരുടെ ഈ ദുരവസ്ഥ കണ്ടപ്പോഴാണ് കേരളത്തിലെ സുമനസ്സുകൾ ഒരുമിച്ച് അവരെ സഹായിക്കുവാൻ വേണ്ടി കൈകോർത്തത്. അന്ന് രേണുസുതിക്ക് ലഭിച്ച സഹായം അതൊരു വ്യക്തിയുടെ കാരുണ്യമല്ല, പകരം ഒരു സമൂഹത്തിൻ്റെ മനസാക്ഷിയായിരുന്നു. പണം നൽകി സഹായിച്ച ധാരാളം ആൾക്കാരുണ്ട്. പണം നൽകി സഹായിക്കുവാൻ കഴിയാത്തവർ അവരുടെ ദൈന്യത കണ്ടുകൊണ്ട് മനസ്സുകൊണ്ട് അവർ രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടെങ്കിലുമുണ്ട്. ഇന്ന് രേണുവിനെതിരായി സോഷ്യൽ മീഡിയയിൽ ഒരു എതിരഭിപ്രായം ഉയരുന്നുണ്ടെങ്കിൽ അന്ന് അവരെ സഹായിക്കുകയും അല്ലെങ്കിൽ അവർ രക്ഷപ്പെട്ടു പോകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്ത് അതിനുവേണ്ടി പ്രാർത്ഥിച്ച ജനങ്ങൾ തന്നെയാണത്. ഒരു വീട് കിട്ടി എന്ന് പറയുമ്പോൾ വെറുമൊരു കെട്ടിടം മാത്രമല്ല, അത് ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമായിരുന്നു മലയാളി അവർക്ക് നൽകിയത്. അത് ഒരുപാട് പേരുടെ വിശ്വാസവും സ്നേഹവും സഹാനുഭൂതിയും ഒരുമിച്ച് ചേർന്നതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആ വീട് ഒരു കെട്ടിടം മാത്രമല്ല എന്ന്. അതൊരു പുനർജന്മത്തിൻ്റെ അടയാളമായിരുന്നു. എന്നാൽ നിമിഷ നേരങ്ങൾ കൊണ്ട് എല്ലാം തകർത്തെറിഞ്ഞു കളഞ്ഞു, കളം മാറി. സോഷ്യൽ മീഡിയയിൽ ആ വീടിനെക്കുറിച്ച്, ആ സ്ഥലത്തെക്കുറിച്ച് വിവിധ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുവാൻ തുടങ്ങി. വീട്ടിൽ പിഴവുകളുണ്ട്, അത് ശരിയായിട്ടുള്ള വീടല്ല, അതിൽ താമസിക്കാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെയുള്ള പോസ്റ്റുകളും വീഡിയോകളും ലൈവുകളും വല്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. ഇവിടെ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ആ ഒരു വീട് ദാനമായിട്ട് ലഭിച്ചതിന് ശേഷം അതിൽ ചില പ്രശ്നങ്ങളുണ്ടായാൽ അത് ആരോടാണ് പറയേണ്ടത്? ദാനം നൽകിയവരോടാണോ അതോ സോഷ്യൽ മീഡിയയോടാണോ? നിശ്ചയമായിട്ടും നമുക്കെല്ലാവർക്കും അറിയാം, ആ വീട് നൽകിയത് ആരാണോ, ഗുരുതരമായ പ്രശ്നങ്ങൾ ആ വീടിനുണ്ടെങ്കിൽ അത് അവരോട് വ്യക്തിപരമായി സംസാരിച്ച് പരിഹരിക്കേണ്ട കാര്യങ്ങളായിരുന്നു. എന്നാൽ രേണുസുതി അത് സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവന്നു പരസ്യ വിചാരണയ്ക്ക് വേണ്ടി വെച്ചു. ഇത് അബദ്ധത്തിൽ സംഭവിച്ചു പോയൊരു വീഴ്ചയായിട്ട് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലും രേണുസുതിക്ക് അബദ്ധം പറ്റിയിട്ടില്ല. അവർ ഒരുമ്പെട്ട് ഇറങ്ങുകയായിരുന്നു. അതായത് എടുത്തു പറയത്തക്ക വിധത്തിലുള്ള വലിയ ടാലന്റുകൾ ഒന്നുമില്ലാത്തൊരു വ്യക്തിക്ക് മുൻപോട്ടുള്ള ജീവിതം ഒരു വെല്ലുവിളിയാണ്. വീട് മാത്രം ലഭിച്ചതുകൊണ്ടോ ഒരു സ്ഥലം ലഭിച്ചതുകൊണ്ടോ കാര്യമില്ല. ജീവിക്കണമെങ്കിൽ പണം അത്യാവശ്യമാണ്. ആ പണം ലഭ്യമാകണമെങ്കിൽ ഈ കാലത്ത് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം അത് സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയയിൽ കൂടി പലതരത്തിലുള്ള വരുമാനങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില കഴിവുകൾ ഉണ്ടായിരിക്കണം. അതിനെ ജനം അംഗീകരിക്കണം. പക്ഷെ രേണുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എടുത്തു പറയത്തക്ക ടാലന്റുകൾ ഒന്നുമില്ലാത്തൊരു വ്യക്തിയാണ് രേണു. ആ സ്ഥിതിക്ക് അടുത്ത മാർഗം നെഗറ്റീവ് പബ്ലിസിറ്റിയാണ്. നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുക, അതിൽ കൂടി ജനശ്രദ്ധ പിടിച്ചു പറ്റുക, അതിനുവേണ്ടി വിവാദങ്ങൾ സൃഷ്ടിക്കുക, ആ വിവാദങ്ങളെ മാക്സിമം ഊതി കത്തിച്ച് അടുത്ത പടവുകൾ ചവിട്ടി കയറുക. ഈ തന്ത്രമാണ് രേണു പരീക്ഷിച്ചത്. അതിൽ താൻ കൃത്യമായി വിജയിച്ചു.
ശരിക്കും ജനത്തിന്റെ മുൻപിൽ രേണു സുധി എന്ന വ്യക്തി ഒരു കെണി വെക്കുകയായിരുന്നു. രേണു സുധിയെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്ളോഗറായ സജീന, രേണുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സജീന കഴിഞ്ഞ ദിവസം ഈ വിഷയത്തെക്കുറിച്ച് ഒരു തുറന്നു പറച്ചിൽ നടത്തിയിട്ടുണ്ട്. സജീനയുടെ അഭിപ്രായ പ്രകാരം ഒരു വിധത്തിൽ പറഞ്ഞാൽ രേണു കളമറിഞ്ഞ് കളിക്കുവാൻ ഇറങ്ങി തിരിച്ച വ്യക്തിയാണ്. രേണു വെച്ച കെണിയിൽ യൂട്യൂബർമാർ ഉൾപ്പെടെയുള്ള മുഴുവൻ ആൾക്കാരും വീണു. നിരന്തരമായി വിവാദങ്ങൾ സൃഷ്ടിക്കുക, ആ വിവാദങ്ങളിൽ കൂടി ചർച്ചയായി മാറുക, അങ്ങനെ അതിൽ കൂടി ഒരു കരക്കെത്തുവാൻ പറ്റും എന്നുള്ള ഉറച്ച ബോധ്യം രേണുവിനുണ്ടായിരുന്നു. ആ ബോധ്യത്തിൽ ഇതുവരെയും ഒരു വിഘ്നവും സംഭവിച്ചില്ല. ചുരുക്കി പറഞ്ഞാൽ രേണു സുധി വിജയിച്ചു തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ തന്നെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല എങ്കിൽ അടുത്ത നിമിഷം താൻ ഡൗൺ ആകുവാൻ തുടങ്ങുന്നു, അല്പമൊന്ന് ഡിം ആകാൻ തുടങ്ങുന്നു എന്ന് തോന്നിയാൽ ആ നിമിഷം രേണു അടുത്ത വിവാദം സൃഷ്ടിക്കും. ഇതാണ് സജീന തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഒന്ന് കണ്ടു നോക്കിക്കേ. മന്ദബുദ്ധികളാണ് നിങ്ങളെന്ന് എനിക്ക് പറയാൻ പറ്റൂ. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധിയല്ല രേണു സുധിയുടെ ബുദ്ധി. നിങ്ങൾ ഇത്രയ്ക്ക് വിഡ്ഢികളാണോ? നിങ്ങളൊക്കെ ആ ട്രാപ്പിൽ വീഴുമെന്നുള്ള കാര്യം 100% അല്ല, 150% രേണു സുധിക്കറിയാം. കാരണം രേണു സുധിക്ക് ഒറ്റ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഈ സോഷ്യൽ മീഡിയ തന്നെയാണ് രേണു സുധിയെ വളർത്തിയത്, അതിൽ യാതൊരുവിധ സംശയമില്ല. ഇപ്പോൾ അവൾക്ക് ഡൗൺ ആവാൻ മനസ്സില്ല. അവൾക്ക് സോഷ്യൽ മീഡിയയിൽ കത്തി തന്നെ നിൽക്കണം. അവൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടേ. അപ്പോൾ എന്ത് ചെയ്യും? ചെറുതായിട്ടൊന്ന് ഡിം ആകുമ്പോഴത്തേക്ക് ഒരേ കണ്ടന്റ് എടുത്തങ്ങ് ഇട്ട് തരും, ഓരോ വിഷയങ്ങൾ എടുത്തങ്ങ് ഇട്ട് തരും. പാവൻ രേണു സുധി, എന്തിനാണ് ആ പെങ്കൊച്ചിന്റെ പുറകിന് നടന്ന് നിങ്ങളിങ്ങനെ ഉപദ്രവിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ആരാധക വൃന്ദത്തിന്റെ മുൻപിൽ രേണു സുധിയെ നന്നായി തിരിച്ചറിയുന്ന വ്യക്തി അവരറിഞ്ഞുകൊണ്ടോ അറിയാതെയോ വിളിച്ചു പറയുകയാണ്, എല്ലാം രേണു സുധിയുടെ തന്ത്രങ്ങളായിരുന്നു, രേണുവിൻ്റെ തട്ടിപ്പുകളായിരുന്നു. അവരെന്തായാലും സോഷ്യൽ മീഡിയയിൽ ജീവിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച വ്യക്തിയാണ്. ജീവിക്കണമെങ്കിൽ പണം ആവശ്യമാണ്. അതിന് ലൈം ലൈറ്റിൽ നിന്നേ മതിയാവുകയുള്ളൂ. അവിടെ ഒരല്പം ഡൗൺ ആയിപ്പോയാൽ എന്ന് വെച്ചാൽ തന്നെക്കുറിച്ച് സമൂഹം അധികം ചർച്ച ചെയ്യാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിയാൽ അത് തൻ്റെ പരാജയമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഉടൻ തന്നെ രേണു സുധി അടുത്ത തന്ത്രം പയറ്റും, അടുത്തൊരു വിവാദമുണ്ടാക്കും. ആ വിവാദമായി മാത്രം കള്ളുകുടിയെയും കണ്ടാൽ മതിയെന്നാണ് സജീന പറഞ്ഞു വെക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ തട്ടിപ്പിന്റെ മാരക വേർഷനാണെന്ന് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരി അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിലും അറിയാതെ പറഞ്ഞു പോവുകയാണ്. ഇതൊന്നും ആത്മാർത്ഥതയിലൊന്നും പുറത്തു വരുന്നതല്ല. പകരം ജീവിക്കുവാൻ വേണ്ടി ആർഭാടത്തോടെ ആഡംബരത്തോടെ ജീവിക്കുവാൻ വേണ്ടി അവർ കെട്ടിയാടുന്ന ഒരു വേഷമാണ് എന്നിവർ സമ്മതിച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. അവരുടെ ഇല്ലായ്മയും വേദനയും കണ്ട് അവരെ സഹായിക്കുവാൻ വേണ്ടി മുൻപോട്ടിറങ്ങി തിരിച്ച ഒരു കൂട്ടം ആൾക്കാർ അവരെ സഹായിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒറ്റ കാരണത്താൽ അവർ അപമാനിക്കപ്പെടുന്നു എന്ന സ്ഥിതിയിലേക്ക് എത്തുമ്പോൾ അത് സമൂഹത്തിന് ഏത് തരത്തിലുള്ള സന്ദേശമാണ് നൽകുന്നത്? രേണു സുധിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. പക്ഷേ ഇതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന മുറിവേറ്റ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. പെട്ടെന്നങ്ങ് മറന്നു കളയുവാൻ തക്കവണ്ണമുള്ള നിസ്സാരമായ നക്കാപ്പിച്ചയൊന്നുമല്ല രേണുവിന് അവർ കൊടുത്തത്. കുറഞ്ഞത് 50 ലക്ഷത്തോളം വില വരുന്ന വീടും സ്ഥലവുമായിരുന്നു. ഇത്രയുമൊക്കെ കൊടുത്തിട്ടൊടുവിൽ പ്രതിഫലമായി ലഭിക്കുന്നത് അവഹേളനമാണ്, അപമാനമാണ്, സൈബർ ബുള്ളിയിങ് ആണ് എന്ന് വരുമ്പോൾ ആ വ്യക്തികൾ അനുഭവിക്കുന്ന മാനസിക അസ്വസ്ഥത അത് നിങ്ങൾക്കൊന്ന് ഊഹിക്കുവാൻ കഴിയുമോ? രേണുവിന് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം അവരിപ്പോൾ മറ്റൊരു ലോകത്താണ്. അവരുടെ മുമ്പിൽ പണമുണ്ടാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഏതു മാർഗത്തിലൂടെയും പണമുണ്ടാക്കുക. അതിനുവേണ്ടി ആരെല്ലാം തകർക്കപ്പെട്ടാലും ആരെല്ലാം അധിക്ഷേപിക്കപ്പെട്ടാലും അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിലല്ല രേണു ഇപ്പോൾ മാത്രമേ ഇത് തുടരുവാൻ കഴിയുകയുള്ളൂ എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ മാക്സിമം ആൾക്കാരെ അപമാനിച്ചിട്ടാണെങ്കിലും റീച്ച് ഉണ്ടാക്കുക, അതിൽ കൂടി പണം ഉണ്ടാക്കുക. ഇവിടെയാണ് ഈ നെഗറ്റീവ് പബ്ലിസിറ്റിയുടെ രാഷ്ട്രീയം രേണു സുധി പയറ്റി തുടങ്ങുന്നത്. സോഷ്യൽ മീഡിയയുടെ യഥാർത്ഥ കളി ഇവിടെയാണ് നമ്മൾ കാണുന്നത്. വിവാദങ്ങൾ റീച്ച് ഉണ്ടാക്കി തരും എന്നുള്ള കണ്ടെത്തൽ, നെഗറ്റീവ് കണ്ടന്റുകൾ വൈറലാകുവാൻ സഹായിക്കും എന്നുള്ള കണ്ടെത്തൽ, ട്രോളുകൾ പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് എത്തിക്കും എന്ന തിരിച്ചറിവ് അത് മനസ്സിലാക്കി അവർ തുനിഞ്ഞിറങ്ങി, അല്ലെങ്കിൽ ഒരുമ്പെട്ടങ്ങിറങ്ങി. നാടൻ ഭാഷയിൽ നമ്മൾ പറയാറില്ലേ, എന്തായാലും നനഞ്ഞിറങ്ങി, ഇനിയിപ്പോൾ കുളിച്ചു കയറുക തന്നെ. അതെ, അങ്ങനെ കുളിച്ചു കയറുവാനുള്ള തയ്യാറെടുപ്പോടുകൂടി മുൻപോട്ടിറങ്ങിയ രേണു സുധിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ എങ്ങനെയും പണമുണ്ടാക്കുക, ഏതു വിധേനയും പണം എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രം മുൻപോട്ട് പോകുന്ന രേണു സുധി, അവരെക്കുറിച്ച് ഇന്നലകളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണോ അത് അങ്ങേയറ്റം ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു വിവരണവുമായി ഒരു ചെറുപ്പക്കാരൻ വന്നിരിക്കുകയാണ്. അതൊന്ന് കണ്ടു നോക്കുക. നടന്ന ഒരു പരിപാടിയിൽ രേണു സുധിക്ക് ബെസ്റ്റ് മോഡലിനുള്ള ഒരു അവാർഡ് കൊടുത്തു. രേണു സുധി ഈ മോഡലിംഗ് ഫീൽഡിനെ പറ്റി മുമ്പ് എന്തെങ്കിലും പരിചയമുള്ള ഒരാളാണ്? ഒന്നുമില്ല, ഒരു പരിചയമുള്ള ആളല്ല. അവർ മോഡലിംഗ് ഫീൽഡ് എന്താണെന്ന് പോലും അവർക്ക് അറിയത്തില്ല. അവർ ഫസ്റ്റാണ് ഇങ്ങനെ ഷോയ്ക്ക് ഗസ്റ്റായിട്ട് വരുന്നത്, ഒരു കമ്പനി വിളിച്ചിട്ട് ഗസ്റ്റായിട്ട് വരുന്നത്. ഫസ്റ്റ് ടൈം വന്നു, അവാർഡും കൊടുത്തു. അതിനുശേഷം ബിഗ് ബോസിൽ എൻട്രിയും കിട്ടും.
ഈ കോസ്റ്റ്യൂം തന്നെ രേണുസുതിയുടേത്. എക്സാർ ഞാൻ പറയട്ടെ, കമ്പനി പ്രൊവൈഡ് ചെയ്ത കോസ്റ്റ്യൂമേ അല്ല രേണുസുതിയുടേത്. രേണുസുതി ആവശ്യപ്പെട്ട കോസ്റ്റ്യൂമാണത്, കമ്പനി പ്രൊവൈഡ് ചെയ്ത കോസ്റ്റ്യൂം അല്ല. എക്സ്പോസ് കണ്ടന്റ് ആവശ്യപ്പെട്ടു രേണുസുതി, അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കോസ്റ്റ്യൂം ലിബ്ര മോഡലിംഗ് കമ്പനി രേണുസുതി കൊടുത്തത്. ബെസ്റ്റ് മോഡലിനുള്ള അവാർഡ് രേണുസുതി കിട്ടിയെന്ന് ഞാൻ പറയുന്നു. ഒരു പെജന്റ് ഷോ അറ്റൻഡ് ചെയ്ത ലേഡിയാണ് രേണുസുതി അല്ല. പിന്നെ ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കാനുള്ള കാരണം എന്താണ്? കമ്പനിയുടെ CEO ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ, ലിബ്ര മോഡലിംഗ് കമ്പനിയുടെ CEO ഇവിടെ ഉണ്ട്, വിളിച്ചു ചോദിച്ചു നോക്കും, മനസ്സിലാവും. ഇവിടെ ഇയാൾ പറയുകയാണ് രേണുസുതി എക്സ്പോസ്ഡ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് തനിക്ക് വേണം എന്ന് പറഞ്ഞ് അത് ചോദിച്ചു വാങ്ങി. റാമ്പ് വാക്ക് നടത്തുന്ന ഫീൽഡിൽ തഴക്കവും പഴക്കവും പരിചയവുമുള്ള ആൾക്കാർ അവരുടെ ശരീരഭാഗങ്ങൾ പരമാവധി മറച്ചു വെച്ചുകൊണ്ട് റാമ്പ് വാക്ക് നടത്തുമ്പോൾ രേണുസുതി ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് അത് ചെയ്യണം, അതിനുള്ള വസ്ത്രം തനിക്ക് ആവശ്യമാണ് എന്ന് അങ്ങോട്ട് പറഞ്ഞു എന്നാണ് ഇദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. അതെന്തിനായിരുന്നു രേണുസുതി അങ്ങനൊരു വസ്ത്രധാരണം ആവശ്യപ്പെട്ടത്? അത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും വേഗത്തിൽ മറുപടി പറയുവാൻ കഴിയുന്നൊരു ചോദ്യമാണ്. 4 ആൾ തന്നെക്കുറിച്ച് നിരന്തരമായി സംസാരിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചില വേഷം കെട്ടലുകൾ നടത്തിയേ പറ്റൂ. അല്ല, ഇതിനപ്പുറത്ത് പണം എന്ന ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ഇതിനപ്പുറത്ത് ആരെങ്കിലും എന്തെങ്കിലും കണ്ടീഷനുകൾ വെച്ചാൽ അതിനും താൻ റെഡിയാണ് എന്നുള്ള ഒരു സൂചന കൂടി ഈ വസ്ത്രധാരണവും ഈ ചെറുപ്പക്കാരൻ്റെ ഏറ്റുപറച്ചിലും എല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കഴിഞ്ഞ ദിവസം താൻ മദ്യപിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളൊരു തുറന്നു പറച്ചിൽ രേണുസുതി നടത്തിയിരുന്നു. അത് അബദ്ധം പറ്റി പറഞ്ഞു പോയതൊന്നുമല്ല. സമൂഹം അത് ചർച്ചയാക്കണം. വീഡിയോകൾ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കണം, ട്രോളുകൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ സ്പോട്ട്ലൈറ്റിൽ തനിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയണം. അതിനുവേണ്ടി ഓരോരോ വിവാദങ്ങൾ ഇട്ടുകൊടുക്കുന്നതാണ്. അതുതന്നെയാണ് സജീന പറഞ്ഞത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അബദ്ധം പറ്റിയതാണെന്ന്? രേണുസുതി ഒന്ന് ഡൗൺ ആകുന്നു എന്ന് തോന്നുമ്പോൾ അടുത്ത കോൺട്രവേഴ്സി സബ്ജക്റ്റുമായിട്ട് താൻ പ്രത്യക്ഷപ്പെടുകയാണ് വീണ്ടും. ആ പ്രയാണത്തിന് ഇപ്പോൾ അതിശക്തമായ പ്രഹരമേൽപ്പിച്ചുകൊണ്ടാണ് കിച്ചു രംഗത്തെത്തിയിരിക്കുന്നത്. രേണുവിന് മാത്രമല്ല, രേണുസുതിയുടെ കടുത്ത ആരാധകർക്കും വലിയൊരു പ്രഹരം തന്നെയാണ് കൊല്ലം സുധിയുടെ മൂത്ത മകനായ കിച്ചു ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത്. വളരെ വ്യക്തമായി ഒരു സമൂഹത്തോട് പറയാതെ പറഞ്ഞു വെക്കുകയാണ് രേണുസുതി കഴിഞ്ഞ നാളുകളിൽ വിളിച്ചു പറഞ്ഞതും കാട്ടിക്കൂട്ടിയതുമെല്ലാം തെറ്റായിരുന്നു എന്ന്. ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്. കിച്ചു പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ്. ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ വീട് വെക്കാൻ സംഭാവന ചെയ്തവർക്ക് ആ സ്ഥലം കൊടുത്ത ആൾക്കും ഡെഡിക്കേറ്റ് ചെയ്യാൻ പറയണം. അവിടുത്തെ കാര്യമാണ്, കോട്ടയത്തെ കാര്യമാണ്. വെള്ളമടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ വീട് വെക്കാൻ സ്ഥലം സംഭാവന ചെയ്തവർക്കും ആ സ്ഥലം കൊടുത്ത ആൾക്കും ഡെഡിക്കേറ്റ് ചെയ്യാൻ പറയണം. ഞാൻ ഇതുവരെയായിട്ടും വീട് വെച്ച് തന്നവർക്കും അല്ല, ഞാൻ പറയട്ടെ, കാര്യം പറയട്ടെ. ഞാനൊരു ഇതായിട്ട് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. എന്തായാലും പറഞ്ഞിട്ടുള്ളത് എൻ്റെ പേരിലെന്നാ തന്നേക്കുന്നത്. ഞാൻ ഇതായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല. ഫിറോസൊക്കെ ആണെങ്കിലും എനിക്കിടയ്ക്ക് മെസ്സേജ് ഇടാറുണ്ട്. ഞാനായിട്ടൊരു പ്രശ്നവുമില്ല. എനിക്ക് വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു വീട് എനിക്ക് തന്നതിലും. നല്ലൊരു വീടാ, വളരെ നല്ലൊരു വീടാ. അത് നല്ല വീടാ. ഞാൻ ഇതായിട്ട് അതിനെ കുറ്റം പറഞ്ഞിട്ടുമില്ല. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ കാര്യം തന്നെ, നമ്മളാണ് ചെയ്തോട്ട്. അവരുടെ ഒന്നും ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വമല്ല, അവരങ്ങനെ ഒരു മനസ്സ് വെച്ച തന്നെ നല്ലൊരു കാര്യം. എന്താ, നമുക്കൊരു വീടില്ലാത്ത സമയത്ത് വീട് തന്നതും അങ്ങനെ വെച്ച് തരാനായിട്ട് അവർക്ക് ഒരു ഇതെടുത്തതും. ഒരാൾക്ക് ഒരു വീട് ഞാൻ ഒരിക്കലും അവരെ തള്ളി പറയത്തില്ല. നിസ്സാര കാര്യമൊന്നുമില്ല. ഒരാൾക്ക് ഒരു വീട്, ഒരു സ്ഥലവും വീടും കൊടുക്കുന്ന പറയുന്നത് നിസ്സാര കാര്യം. പിന്നെ അത് നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണോ അത് നമ്മുടെ കയ്യിലുള്ള കാര്യമാണ്. നമ്മളെ പിന്നെ വീടും സ്ഥലവും നോക്കണം, നമ്മൾ ഉത്തരവാദിത്വമാണ്. നാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കിപ്പം കംഫർട്ടായിട്ട് നിൽക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കൊല്ലത്തെ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കൊല്ലത്ത് നിൽക്കുന്നത്. അടുത്താണല്ലോ ഇപ്പൊ ഇവിടെയാണ്. 21 വയസ്സു മാത്രം പ്രായമുള്ള ഒരു കൊച്ചു പയ്യനാണ് കിച്ചു. കിച്ചു പറയുന്നു, ഞാൻ ആ വീടിനെ കുറിച്ച് ഒരു കുറ്റവും ഇതുവരെയും പറഞ്ഞിട്ടില്ല. വീടില്ലാതിരുന്നപ്പോൾ ഒരു വീട് ലഭിച്ചു, അത് വലിയ കാര്യം തന്നെയാണ്. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി ദാനം നൽകിയവരെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. വീട് കിച്ചുവിൻ്റെ പേരിലാണ്. രേണുവിനോ രേണുവിൻ്റെ അച്ഛൻ തങ്കച്ചനോ അതിൽ യാതൊരു അവകാശവുമില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഔദ്യോഗികമായി സംസാരിക്കാനുള്ള അവകാശവും അധികാരവും അത് കിച്ചുവിന് തന്നെയാണുള്ളത്. പിന്നെ ഉള്ളത് ഋതപ്പൻ. അവൻ കൊച്ചുകുട്ടിയാണ്. അവൻ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാനോ മനസ്സിലാക്കാനോ പറയാനോ ഉള്ള പ്രായമായിട്ടില്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ കിച്ചുവിൻ്റെ വാക്കുകൾ ആധികാരികമാണ്. ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒരു വശത്ത് വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്ക് യാത്ര ചെയ്ത് ശ്രദ്ധ പിടിച്ചു പറ്റുന്ന അമ്മയുടെ സമീപനം, മറുവശത്ത് കൃതജ്ഞതയും ഉത്തരവാദിത്ത ബോധവും മുൻനിർത്തിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു കൊച്ചുകുട്ടി കിച്ചു. രേണു ഉണ്ട് അത്രയും ഓണമൊന്നും കിച്ചു ഉണ്ടിട്ടില്ല.
അവന് പ്രായക്കുറവാണ്, അതിൻ്റെതായിട്ടുള്ള പക്വതക്കുറവും സ്വാഭാവികമായിട്ടും അവനിൽ നിന്നുണ്ടാവും. എന്നാൽ ഈ പ്രസ്താവനയിൽ കൂടി ആ കൊച്ചുകുട്ടി രേണുസുതിക്കും വളരെ വളരെ മുകളിലാണ് എന്ന് തെളിയിക്കുകയാണ്. ഇവിടെ വളച്ചുകെട്ടില്ലാതെ ഒരു ചോദ്യമാണ് ചോദിക്കുവാനുള്ളത് രേണുവിനോട്. എന്താണ് നിങ്ങൾക്ക് കിച്ചുവിൻ്റെ ഈ വാക്കുകൾക്ക് തിരിച്ചു കൊടുക്കുവാനുള്ള മറുപടി? ഒരു വിധത്തിൽ പറഞ്ഞാൽ കിച്ചു നിങ്ങളെ പരസ്യമായി തള്ളി പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ടോട്ടലി റോങ് ആണ് എന്നവൻ തുറന്നടിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ പേര് പറയാതെ തന്നെ അവൻ നിങ്ങളെ തള്ളി പറഞ്ഞിരിക്കുന്നു. രേണുസുതിയെ മാത്രമല്ല, രേണുവിനെ സപ്പോർട്ട് ചെയ്ത് മുൻപോട്ട് വന്നിട്ടുള്ള ശാരിക ഉൾപ്പെടെയുള്ള സകല വാണങ്ങളെയും കിച്ചു ഇപ്പോൾ തള്ളി പറഞ്ഞിരിക്കുകയാണ്. വേണമെങ്കിൽ മുമ്പേ പറഞ്ഞതുപോലെ അവൻ കൊച്ചുകുട്ടിയല്ലേ, അവന് വലിയ പ്രായമൊന്നുമില്ലല്ലോ, അവൻ്റെ പക്വതക്കുറവ് കൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് വേണമെങ്കിൽ വിളിച്ചു പറഞ്ഞിട്ട് ഫാൻസ് അസോസിയേഷന് രക്ഷപ്പെടാം. പക്ഷേ ബോധമുള്ളവർക്ക് മനസ്സിലാകും രേണുവിൻ്റെ ഈ കോപ്രായങ്ങൾക്കെല്ലാം ഈ കുട്ടി എതിരാണ് എന്ന്. രേണു ഇപ്പം എവിടെയാ അറിയാൻ വയ്യ. എവിടെയാണ്? സൂപ്പർ വരൂ മകനെ. പത്രത്തിൽ കൊടുക്കണ്ടേടാ. ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി. ചേച്ചി ഇവിടെ, രേണു ചേച്ചി ഇവിടെ. രേണു ചേച്ചി അറിയാൻ വയ്യ കറക്റ്റാണ്. ഒരു പിടിയുമില്ല സത്യം പറഞ്ഞ. രേണുസുതി എവിടെ അറിയാൻ വയ്യ, അറിയത്തില്ല. അമ്മ എവിടെ എന്നുള്ള ചോദ്യത്തിന് അവൻ്റെ മറുപടിയും അപ്പോഴുള്ള അവൻ്റെ ശരീരഭാഷയും നിങ്ങൾ ശ്രദ്ധിച്ചോ? എനിക്കറിയില്ല എന്ന് പറയുന്ന ആ വാക്കിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അവർക്കൊപ്പം ജീവിക്കുന്നത് എനിക്ക് കംഫർട്ടല്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ കൊല്ലത്തായിരിക്കുന്നത് എന്ന് താൻ പറഞ്ഞു വെക്കുന്നു. കിച്ചു അധികം വാക്കുകളൊന്നും സംസാരിക്കുന്നില്ല, പക്ഷേ പറയുന്ന 4-5 വാക്കുകളിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും രേണുവിൻ്റെ വാക്കുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫിറോസിനെയും പള്ളിയിലച്ഛനെയും ഒക്കെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട്, അവരെ അപമാനിക്കുന്ന ആൾക്കാരുണ്ട്. അവർ മറുപടി പറയണം. കിച്ചു ഇപ്പോൾ നൽകിയിരിക്കുന്ന കൃതജ്ഞതയുടെ ഭാഷ, അതിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആ കുട്ടി കാണിച്ച ഉത്തരവാദിത്ത ബോധം, അതിനെ നിങ്ങൾക്ക് തള്ളിപ്പറയാൻ പറ്റുമോ? രേണുസുതിക്ക് വേണ്ടി നെടുനീളൻ വീഡിയോകൾ ചെയ്ത് അവരെ ന്യായീകരിച്ചുകൊണ്ട് ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ശാരിക എന്ന ബിഗ് ബോസിൽ പോയ പഴയ ഇന്റർവ്യൂവർ, നിങ്ങൾക്ക് വലിയ വിവരവും ബോധവും ഒക്കെയുള്ള ആളാണ്. സോഷ്യൽ മീഡിയയിൽ വരുന്ന വലിയൊരു കൂട്ടം ആൾക്കാർക്ക് അങ്ങനെ ഒരു സംഗതി തൊട്ടു തീണ്ടിയിട്ട് പോലുമില്ല. ഇതൊക്കെയാണല്ലോ നിങ്ങളുടെ വെപ്പ്. അപ്പോൾ കിച്ചുവിൻ്റെ ഈ വാക്കുകളെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. 2 വള്ളത്തിൽ കാല് ചവിട്ടി നിൽക്കുവാൻ പറ്റില്ല. ഒന്നുകിൽ നിങ്ങൾ രേണുസുതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കിച്ചുവിനെ തള്ളി പറയണം, ഇല്ല എങ്കിൽ കിച്ചു പറഞ്ഞത് ശരിയാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് രേണുവിനെ തള്ളി പറയണം. അടുത്തത്, രേണുസുതിക്ക് കിച്ചുവിൻ്റെ ഈ വാക്കുകളോട് എന്തു മറുപടിയാണ് പറയാനുള്ളത്? ആ കുട്ടി പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? നിങ്ങളുടെ മകൻ നല്ല ഒന്നാന്തരം ഒരു ന്യൂ ഇയർ ഗിഫ്റ്റാണ് നിങ്ങൾക്കിപ്പോൾ തന്നിരിക്കുന്നത്. ഈ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി രേണു പറയും എന്ന് പ്രതീക്ഷിച്ച് അങ്ങോട്ട് നോക്കിയിരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. കാരണം അടുത്തൊരു വിവാദം ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള കോപ്പ് കൂട്ടലിന്റെ തിരക്കിലായിരിക്കും അവർ. അവർക്ക് നന്നായിട്ടറിയാം ഇത്തരത്തിലുള്ള വിവാദങ്ങളാണ് അവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തതെന്ന്. അതുകൊണ്ട് തന്നെ വിവാദങ്ങളില്ല എങ്കിൽ രേണുസുതിയുമില്ല. ജീവിക്കണ്ടേ, വിശപ്പടക്കണ്ടേ, നല്ല ഒന്നാന്തരം മണം പുരട്ടി നടക്കണ്ടേ? അതിന് പണം ആവശ്യമില്ലേ? ഒരു കൂട്ടം ആൾക്കാരുടെ വയറും നിറച്ചു കൊടുക്കണ്ടേ? അപ്പോൾ ഇതല്ലാതെ മറ്റെന്തെങ്കിലും വഴി മുൻപിലുണ്ടോ എന്ന് ചോദിച്ചാൽ മുൻപിൽ പിന്നെ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ വിവാദങ്ങൾ ഉണ്ടാക്കട്ടെ, ആൾക്കാരെ അപമാനിക്കട്ടെ, പാല് കൊടുത്ത കൈകളെ തന്നെ തിരഞ്ഞു പിടിച്ച് കൊത്തിക്കൊണ്ടേയിരിക്കട്ടെ. കാരണം ഇത് ജീവിതമാർഗമാണ്. എന്തായാലും ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഈ നിമിഷത്തിൽ കിച്ചുവിൻ്റെ ഈ തുറന്നു പറച്ചിൽ. ഇതൊരു വലിയ സന്ദേശമാണ്. അതെ, രേണുസുതിയുടെ തെറ്റുകൾക്ക് കൊടപിടിച്ച് കൂടെ നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാർക്ക് വളരെ കൃത്യമായൊരു സന്ദേശം നൽകുകയാണ്. നിങ്ങൾക്ക് രേണുവിനെ ചേർത്ത് പിടിക്കാം, ഒപ്പം കിച്ചുവിനെ തെറി വിളിച്ചു തുടങ്ങാം. എന്തായാലും മുൻപ് ഞാൻ പറഞ്ഞതുപോലെ വിവാദങ്ങളില്ലെങ്കിൽ രേണുസുതിയില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ അടുത്തൊരു വിവാദവുമായി രേണുസുതി ഉടൻ പുറത്തു വരും. പ്രതീക്ഷയോടെ കാത്തിരിക്കാം.